എത്ര മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ല ഉസ്താദേ. മരുന്ന് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന ഒരു 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുകയാണ്. പലർക്കും പലതരത്തിലുള്ള രോഗങ്ങളാണ്, അസുഖങ്ങളാണ്. പലതരത്തിലുള്ള ആ ഒരു രോഗം കാരണമായിട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം പ്രിയപ്പെട്ടവരെ. അങ്ങനെ വിഷമങ്ങൾ അറിയിക്കുന്നവർ നമ്മുടെ മുമ്പുള്ള വീഡിയോകളുടെ കമൻറ്റ് സെക്ഷനുകളിൽ എടുത്തു വെച്ച് നോക്കിയാൽ ആ രോഗത്തിൻ്റെ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല ഉസ്താദേ, എന്താണ് കാരണം? ഈ മരുന്ന് ശരീരത്തിലേക്ക് ഫലിക്കാൻ എന്തെങ്കിലും ഒരു ആത്മീയ പരിഹാരം പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ ശരീരത്തിലേക്ക് മരുന്ന് ഫലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആരോഗ്യത്തിന് വേണ്ടി പറഞ്ഞു തന്നതായ 12 കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യന് ആരോഗ്യം വേണോ, ആ മനുഷ്യൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം എന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തന്ന 12 കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ആ 12 കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഈ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനുകളിൽ വസിയത്തുകൾ, ദുആ കൊണ്ടുള്ള വസിയത്തുകൾ അറിയിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഇന്നത്തെ ഈ 10 മിനിറ്റിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വളരെയേറെ ഉപകാരപ്പെടുന്ന, പുണ്യമാക്കപ്പെട്ട ഒരു അമലാണ്. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തന്ന 12 കാര്യങ്ങൾ. ഒരു മനുഷ്യന് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ മഹാനവറുകൾ പഠിപ്പിച്ചു തന്ന 12 കാര്യങ്ങളും, അതുപോലെ തന്നെ രോഗങ്ങൾ മരുന്ന് ഫലിക്കുന്നില്ല ശരീരത്തിലേക്ക് എന്നാവലാതി പറയുന്നവർക്ക് ശരീരത്തിലേക്ക് മരുന്ന് ഫലിക്കാൻ ആത്മീയ പരിഹാരവും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ അറിവിലും അമലുകളിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നലി കുല്ലി ദാഇൻ ദവാ. എല്ലാ രോഗങ്ങൾക്കും, എല്ലാ അസുഖങ്ങൾക്കും അതിന് മരുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്കൊരു അസുഖം വരുമ്പോൾ, രോഗം വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കടന്നു ചെല്ലുന്നത് ഡോക്ടറിന്റെ ചാരത്തേക്കാണ്. അതിനു മുമ്പായിട്ട് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഒരു രോഗം വരുമ്പോൾ, ഒരു അസുഖം വരുമ്പോൾ ഡോക്ടറിന്റെ ചാരത്തേക്ക് പോകണ്ട എന്നല്ല, നേരെ മറിച്ച് അവിടെ പോകുന്നതിന് മുമ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ വിഷമങ്ങൾ ഏറ്റു പറയണം എന്നുള്ളതാണ്. അല്ലാഹുവേ, ഈ രോഗം, ഈ വിഷമം, ഈ വ്യസനം, ഈ വേദന നീ മാറ്റിത്തരണേ തമ്പുരാൻ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ട് എങ്ങോട്ട് പോകണം? ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ളതാണ്. ആദ്യം അതാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് അതാണ്. ഒരസുഖത്തിന് പരിഹാരമായിട്ടൊരു മരുന്ന് കഴിക്കുന്ന ആള് പാലിച്ചിരിക്കേണ്ടുന്ന ഒരു 4 കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് അത് പറയാം. ഒന്നാമത്തെ കാര്യം, മരുന്ന് കഴിക്കുമ്പോൾ ബിസ്മി പറയണം എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, പലരും അത് മറന്നു പോകാറുണ്ട്. 2, വലത് കൈ കൊണ്ട് മരുന്ന് കഴിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഇരുന്നു കൊണ്ട് ഗുളിക കഴിച്ചിട്ട് വെള്ളം കുടിക്കും അല്ലെങ്കിൽ മരുന്ന് കുടിക്കും, അത് ഇരുന്നു കൊണ്ട് കുടിക്കണം. ഇത് 3ഉം സുന്നത്താണ്. ശേഷം അൽഹംദുലില്ലാ പറയണം. ഉസ്താദേ, ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ പറയണല്ലേ എന്ന് ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവർ. ഇത് മരുന്ന് കഴിക്കുമ്പോഴും നമ്മളൊക്കെയും എന്ത് ചെയ്യാം? വളരെ കൃത്യമായിട്ട് ഈ മരുന്ന് കഴിക്കുന്ന സമയത്തും ഈ സുന്നത്തുകൾ പാലിക്കുന്നതിൽ പ്രത്യേക കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. അള്ളാഹു ഈ സുന്നത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും രോഗങ്ങൾ അതിലൂടെ പടച്ചതമ്പുരാൻ ശിഫയാക്കി തരാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു പ്രിയപ്പെട്ടവരെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 12 കാര്യങ്ങൾ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തന്ന 12 കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത്
മരുന്ന് കഴിച്ചിട്ട് ഫലിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഈ സുന്നത്തുകളൊന്ന് ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ ഒന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ജീവിതത്തിലേക്ക് മരുന്ന് ഫലിക്കാൻ, നമ്മുടെ ശരീരത്തിൽ അത് മരുന്ന് ഫലിക്കുന്നതിനുള്ള കാരണമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. മഹാനായ സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചെന്ന 12 കാര്യങ്ങളിൽ ഒന്ന് ഉപ്പ് കൊണ്ട് തുടങ്ങണം ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്നുള്ളതാണ്. ഇതിൽ പലതും എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകില്ല. ഏതായാലും നമ്മളൊക്കെയും ഇത് പരിപൂർണമായും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയെങ്കിലും ചെയ്യണം പ്രിയപ്പെട്ടവർ. കാര്യം ആരോഗ്യത്തിൻ്റെ, ഓരോ ആളുകളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യങ്ങൾ തന്നെ ഇതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആരോഗ്യം നമുക്കറിയാം അല്ലേ, വലിയ ആരോഗ്യമാണ്. വലിയ ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗുണപാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാം. 12 കാര്യങ്ങളിൽ ഒന്നാമത്തത് ഒരു ദിവസത്തിൽ ഉപ്പ് കൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ്. ഫഇന്നഹു ശിഫാഉൻ 70 ദാഅ, 70ഓളം അസുഖങ്ങൾക്ക് അത് ശിഫ ആണെന്ന് കിതാബുകളിൽ കാണാം. ഉപ്പ്, എല്ലാ ദിവസവും അല്പം ഉപ്പ് കഴിക്കുക എന്നുള്ളത്. സയൻസ് തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ദഹന പ്രക്രിയയ്ക്ക് ഉപ്പിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് സയൻസ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള മധുരം ഒഴിവാക്കണം. എൻ്റെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മധുരം എന്ത് ചെയ്യുക, പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അരിയാരി തങ്ങൾ പഠിപ്പിക്കുകയാണ്, എല്ലാ ദിവസവും ഒരു 7 ഈത്തപ്പഴം വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ, അത് ആരോഗ്യത്തിന് നല്ലതാണ്. സിഹർ, കണ്ണേർ, നാവേർ ഇതൊന്നും ആ ശരീരത്തിലേക്ക് ഏൽക്കില്ല ഈത്തപ്പഴത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആകാൻ, സ്കിന്ന് തിളങ്ങാൻ അത് കാരണമാകും എന്ന് പഠിപ്പിക്കുന്നുണ്ട് മഹത്തുക്കൾ. അപ്പോൾ എല്ലാ ദിവസവും ഒരു 7 ഈത്തപ്പഴം വെറും വയറ്റിൽ കഴിക്കുക, നല്ലതാണ്. മൂന്നാമത്തെ കാര്യം ഉണക്കമുന്തിരി ഒരു ദിവസം 21 എണ്ണം വെച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഉണക്കമുന്തിരി ചിന്തിച്ചു നോക്കിയ വലിയ ഗുണമാണ്. ഇന്ന് സയന്റിഫിക്കലി അത് വളരെയധികം പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഉണക്കമുന്തിരിയിലുള്ള ഒരുപാട് ഗുണങ്ങൾ, അത് വെള്ളത്തിലിട്ട് കഴിക്കൽ ഗർഭിണികൾക്ക് നല്ലതാണ് എന്നാണ്. ഗർഭവതികളായ നമ്മുടെ സഹോദരിമാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുക എന്ന് പറയുന്നത്. കഫക്കെട്ട് മാറാൻ ഇത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ, BP നോർമലാകാൻ ഈ മുന്തിരി, ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കൽ വളരെയധികം നല്ലതാണ്. അതുപോലെ നാലാമത്തെ കാര്യം ഇറച്ചി കഴിക്കണം എന്നുള്ളതാണ്. കഴിക്കേണ്ട രൂപത്തിൽ ഇറച്ചി കഴിക്കണം. മാംസാഹാരങ്ങൾ കൃത്യമായി കോഴി, പോത്ത്, അതുപോലെ അടങ്ങുന്ന ആട്, മാട് ഇങ്ങനെയുള്ള മാംസാഹാരങ്ങൾ വളരെ കൃത്യമായിട്ട് അത് കഴിക്കേണ്ട രൂപത്തിൽ കഴിക്കണം. അമിതമാവാതെ കഴിക്കണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം മിസ്വാക്ക് ചെയ്യണം എന്നുള്ളതാണ്. ആരോഗ്യത്തിൻ്റെ രഹസ്യമാണ്. മഹാനവറുകളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അത് ജീവിതത്തിൽ പകർന്നു തന്ന ആളുകൾക്ക് പഠിപ്പിച്ചവരാണ്. മിസ്വാക്ക് ചെയ്യണം. 5 നേരവും സുന്നത്താണ് മിസ്വാക്ക് ചെയ്യൽ. ഈ കഫക്കെട്ട് മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചുമ മാറാൻ മിസ്വാക്ക് ചെയ്യൽ നല്ലതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ആറാമത്തെ കാര്യം ദിവസവും 1 പേജെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യണം എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം പെട്ടെന്ന് പറയാം പ്രിയപ്പെട്ടവരെ. ആറാമത്തെ കാര്യം ദിവസവും 1 പേജെങ്കിലും ഖുർആൻ ഓതുക. ഏഴാമത്തെ കാര്യം രാവിലെയും രാത്രിയും നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. നമുക്കൊക്കെ പറ്റുന്ന വലിയ അബദ്ധമാണ്. നമ്മളൊക്കെ എല്ലാം കഴിഞ്ഞ് അവസാനം കിടക്കുന്നതിന് മുമ്പ് ഒരു 10-11 മണിക്കായിരിക്കാം ഭക്ഷണം കഴിക്കുന്നത്. രാത്രിയിലെ ഭക്ഷണങ്ങൾ പ്രത്യേകം നേരത്തെ കഴിക്കുക. അതുപോലെ തന്നെ രാവിലെ നാസ്ത കഴിക്കുന്നത് നേരത്തെ കഴിക്കുക, വളരെ നല്ലതാണ്. എട്ടാമത്തെ കാര്യം ഫ്രീ മൈൻഡ്, അതായത് ഒരാളോടും വെറുപ്പില്ലാത്ത ഒരു മനസ്സ് നമ്മിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരാളോടും വിദ്വേഷമില്ലാത്ത, ചില ആളുകൾ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കാൻ തയ്യാറായിട്ടാണ്. അങ്ങനെ ഒരു ചിന്തയില്ലാതെ എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും ഹൃദ്യമായ ജീവിതം ഉണ്ടാകണം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഫ്രീ മൈൻഡ് നമുക്കുണ്ടാകണം. അത് നല്ലതാണ്. 9ാമത്തെ കാര്യം എപ്പോഴും വുളു ഉണ്ടാവുക എന്നുള്ളതാണ്. വുളു നിത്യമാക്കുക. 10ാമത്തെ കാര്യം അമിതമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അമിതമായി. അതുപോലെ 11ാമത്തെ കാര്യം ധാരാളമായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 2 ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ. അപ്പോൾ ഒരു ദിവസം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കുടിച്ചിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് തരട്ടെ. 12ാമത്തെ കാര്യം ഇബാദത്തുകൾ നിത്യമാക്കുക. അത് ആരോഗ്യത്തിന് നല്ലതാണ്.
ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിസ്കാരം എന്ന് പറയുന്ന ഒരു ഇബാദത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് എന്തുമാത്രം ഗുണം ചെയ്യുന്നു എന്ന്. കൈകെട്ടി നിൽക്കുമ്പോൾ, റുക്കൂഇലേക്ക് വേണ്ടി കുനിയുമ്പോൾ, പിന്നീട് എഴുന്നേൽക്കുമ്പോൾ, നിവർന്നു നിൽക്കുമ്പോൾ, പിന്നീട് എല്ലാ നമ്മുടെ ശരീരത്തിന്റെ ഭാരം മുഴുവനും നമ്മുടെ നെറ്റിയിലേക്കും നമ്മുടെ നമ്മുടെ തലച്ചോറിലേക്ക് ചെന്നിറങ്ങുന്ന സുജൂദിലേക്ക് കൊണ്ടിറക്കുമ്പോൾ എന്തുമാത്രം വലിയ അത്ഭുതമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം, നോമ്പ്, സ്വതക്ക പോലുള്ള ഇബാദത്തുകൾ കൃത്യമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമാക്കുന്നതോടുകൂടി നമുക്ക് ആരോഗ്യമുള്ള ഒരു ജീവിതം മുന്നോട്ട് വെക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെയും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും പടച്ച തമ്പുരാൻ ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. വിഷമങ്ങൾ, വേദനകൾ, വ്യസനങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ജീവിതങ്ങളിൽ ഉടനീളം പടച്ച തമ്പുരാൻ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന ദുആ വസിയത്തോടെ നിർത്തട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.